നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് ജൂൺ 1. അപ്പം ഞാൻ ഇപ്പോൾ കടയിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നത്. അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ബർത്ത്ഡേ സർപ്രൈസ് വരുന്നുണ്ട്, പറയില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുക ദർശനെയാണ് തരുന്നത്, ദർശനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഇപ്പോൾ വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. ചേച്ചി തന്നെ കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ട്, നീ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇനി പോകുമെന്ന് പറയുമ്പോൾ ആന്നോടി എന്നാൽ ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. പക്ഷേ കോമഡി അതല്ല, അമ്മ പറയാം സർപ്രൈസ് ഉണ്ട് നിന്നോട് പറയില്ലേ എന്നാ പറഞ്ഞത്. എന്നാലും ഞാൻ പറയാം. അങ്ങനെ ഗിഫ്റ്റ് എത്തി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി സർപ്രൈസ് ആയി. കാരണം ഇവളാണ് ഗിഫ്റ്റും കൊണ്ട് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഹാമ്പറൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവള് ഗിഫ്റ്റും കൊണ്ട് വരുമെന്നോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗിഫ്റ്റ് എന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ശരിക്കും സർപ്രൈസ് ആയി പോയി. ഞാനാണെങ്കിൽ കടയിലൊക്കെ പോയി വന്നതിന് ശേഷം കേട്ടോ ഇതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം ഇത് കണ്ടിട്ട്. എനിക്ക് ഇന്നേ വരെ ഇങ്ങനത്തെ സെറ്റായിട്ടുള്ള ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. നെയിൽ പോളിഷ്, കമ്മല്, കൊള്ളാം. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺചിത്രത്താഴിനകത്ത് മറ്റേ ശോഭനയാണെങ്കിൽ ആഭരണങ്ങൾ നോക്കത്തില്ലേ, അതുപോലെ കാണുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഗിഫ്റ്റ്. ഇനി കുറച്ച് നാളത്തേക്ക് മാലയും കമ്മലും ഒന്നും വാങ്ങണ്ട, എല്ലാമായി. ഇനി നമുക്ക് ഫ്രെയിം നോക്കാമേ. ഇത് ഏത് ഫോട്ടോയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. മിക്കവാറും ചേച്ചി ഞാനും കൂടി ഉള്ളതാണോ അതോ എൻ്റെ സിംഗിൾ ഫോട്ടോയാണോ ഒന്നും എനിക്കറിയത്തില്ല. ഇതാണെങ്കിൽ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് പൊട്ടിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തീരെ സമയമില്ലായിരുന്നു. അതെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഫോട്ടോയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ കേട്ടോ ഫ്രണ്ടിൽ വെച്ചേക്കുന്നേ. ഞങ്ങളുടെ ഫേവറേറ്റ് ഫോട്ടോയാ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു ചേച്ചി.